ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ മഹാകരുണയോർത്ത്, ദൈവം തന്ന ഈ ദിവസത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. നമ്മുടെയൊക്കെ ജീവിതം ദൈവത്തിന്റെ വലിയ ദാനമാണെന്ന് നമുക്കറിയാം. ഇന്ന് പ്രഭാതത്തില് കർത്താവിന്റെ ഒരു വചനം ഇപ്രകാരം വായിക്കുകയുണ്ടായി. യൂതിത്തിന്റെ ഒരു പ്രാർത്ഥനയാണ്, കർത്താവെ ഈ മണിക്കൂറിൽ എന്നെ ശക്തിപ്പെടുത്തണമേ. ആ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുകയാണ്. കാരണം എന്തെന്നാൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു സെക്കൻഡ് എങ്കിലും ജീവിക്കുന്നെങ്കിൽ അത് ദൈവത്തിന്റെ കരുണയാണ്. ദൈവത്തിന്റെ കരുണയിലേക്ക് നമ്മൾ നമ്മുടെ ജീവിതത്തെ ചേർത്ത് വയ്ക്കുമ്പോൾ നമുക്കറിയാം, ഗത്സെമനിയിലെ ഈശോ പ്രാർത്ഥിച്ചതാണ്, പിതാവേ ഈ മണിക്കൂർ കഴിയുമെങ്കിൽ കടന്നു പോകട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, ഈ മണിക്കൂറിലേക്ക് നീ എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഈശോയെ ഗത്സെമനിയിൽ നമ്മൾ കാണുകയാണ്. വീണ്ടും നമ്മൾ കാണുന്ന ഒരു വലിയ പ്രാർത്ഥനയുണ്ട്. ദാനിയേല് വലിയ വലിയ പ്രതിസന്ധിയുടെ മുമ്പിൽ ദൈവമാണ്, കർത്താവാണ് വലിയവനെന്ന് ഏകദൈവമെന്ന് ഏറ്റുപറയാൻ വേണ്ടി അതിരാവിലെ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദാനിയേലിനെ നമ്മൾ കാണും. കർത്താവ് ഈ മണിക്കൂറുകളിൽ എന്നെ ശക്തിപ്പെടുത്തണമേ. തീച്ചുരുടെ നടുവിലും പ്രാർത്ഥിക്കുന്ന ദാനിയേലും കൂട്ടരും പ്രാർത്ഥിക്കും, കർത്താവ് ഈ മണിക്കൂറുകളിൽ എന്നെ ശക്തിപ്പെടുത്തണമേ എന്നാണ്. അങ്ങനെ ജീവിതത്തിന്റെ കർത്താവിന്റെ സ്നേഹവും കൃപയും സ്വന്തമാക്കി എല്ലാ മക്കളും പ്രാർത്ഥിക്കുന്നത്, ദൈവമേ ഈ മണിക്കൂറിൽ എന്നെ ശക്തിപ്പെടുത്തണമേ എന്നാണ്. നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിന്റെ കടന്നു പോകാൻ ഭാരമേറുന്ന ഒരുപാട് മണിക്കൂറുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈശോയെ, അവിടുന്ന് ഈ മണിക്കൂറിൽ എന്നെ ശക്തിപ്പെടുത്തണമേ, ഈ സെക്കൻഡിൽ എന്നെ ശക്തിപ്പെടുത്തണമേ, ഈ സെക്കൻഡുകളിൽ അവിടുത്തെ കൃപ എന്നിലേക്ക് ഒഴുകട്ടെ.